friends, welcome to my class. Myself, Assistant Professor Arun Kumar. So, ഇന്ന് നമ്മൾ പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അക്കൗണ്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ, ഇന്ന് മുതലുള്ള സെഷനിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ, അതായത് +1 അക്കൗണ്ടൻസിയും അതേപോലെ തന്നെ +2 അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് തുടങ്ങുന്നത്. അപ്പം ആദ്യം തന്നെ പറയാം, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇന്നത്തെ നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത്. സോ അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻസ്, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബുക്ക് കീപ്പിംഗ് എന്താണ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേം എന്താണ്, പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്സുകൾ ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവുകൾ എന്താണ്, പിന്നെ അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, then who are the interested users of accounting, and some basic accounting terms, approximately 23 to 26 ഓളം 26ഓളം അക്കൗണ്ടിങ് terms and terminologies ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന 7 ടോപ്പിക്സും കൂടി ഒരു സിംഗിൾ വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒരു കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് പോർഷൻസ് നമ്മൾ എന്തായിരിക്കും അടുത്ത ഒരു വീഡിയോയിലായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അക്കൗണ്ടിങ്, അതായത് ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. സോ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒരു പ്രോപ്പർ റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ബുക്ക് കീപ്പിംഗ്. അത് ബുക്ക് കീപ്പിംഗിൽ നിന്ന് വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് ഈസ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഏതൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ, ഒരു ബിസിനസ് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ, ആ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെക്കോർഡായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, ബട്ട് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഇറ്റ് ഡിഫേഴ്സ്, ഇത് എങ്ങനെ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത്, ആ ഒരു സമയം മുതലാണ് നമ്മളുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമല്ല. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു AICPA, which means American Institute of Certified Public Accountant, in 1941 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ഇതൊരു കലയാണെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് കല തന്നെയാണ്. ഇത് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പെർസ്പെക്റ്റീവിലുള്ള, വളരെയധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, ഒരു പാഷനായിട്ട് നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് ഒരു പാഷനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് and interpreting the business transaction systems and communicating the results to the interested users of accounting. So നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് വെറും ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നാണെങ്കിൽ, അതേസമയം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങിന് ശേഷവും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ആ ബിസിനസ് ട്രാൻസാക്ഷൻ സമ്മറൈസ് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു. ആ സമ്മറൈസ്ഡ് റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും.
ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആ ബിസിനസിന്റെ തന്നെ ഓണർ ആകാം, ആ ബിസിനസ് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള പൊസിഷൻസ് ഇന്റേണലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ഉള്ളിലുള്ള ഓണർ കൂടാതെയുള്ള മറ്റ് പൊസിഷൻസ് കൈവരിക്കുന്ന സേ ഫോർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ സേ ഫോർ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ആകാം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ബിസിനസ് ഇൻഫർമേഷൻ, ഈ ബിസിനസിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, ഈ ബിസിനസ് പ്രോഫിറ്റബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഇൻഫർമേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഇന്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇന്റേണൽ യൂസേഴ്സ് മാത്രമല്ല, അവിടെ എക്സ്റ്റേണൽ യൂസേഴ്സും തന്നെയുണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ് മീൻസ് ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലോണുകൾ ആവശ്യമുണ്ട്, നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടും. അപ്പൊ ബാങ്ക് നമുക്കൊരു ലോൺ തരണമെങ്കിൽ ആ ലോണ് നമുക്ക് സാങ്ഷൻ ചെയ്ത് തരണമെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റിനെയും ബിസിനസിന്റെ നടത്തിപ്പിനെയും കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കുകളാണെങ്കിലും മറ്റ് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും, അതായത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെങ്കിലും, അവർക്കൊക്കെ ഈ ബിസിനസിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ കിട്ടണം. അപ്പൊ ഈ ഓവർവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന കിട്ടുക? നമ്മളുടെ കൈവശമുള്ള നമ്മളുടെ ഈ റിപ്പോർട്ടുകളാണ്. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് തയ്യാറാക്കുന്ന ഡിഫറെന്റ് റിപ്പോർട്ട്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അപ്പം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് an art of classifying, summarizing, analyzing, interpreting the business transactions and generating the results from and communicating it to the users. Okay, so this is what is meant by bookkeeping and accounting. Hope നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഈ ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ടേം ആണ് എക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഉള്ളതായിരുന്നു ഐഡന്റിഫൈയിങ് എന്നുള്ള ടേം ഉണ്ട്, സമറൈസിങ് എന്നുള്ള ടേം ഉണ്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ള ടേം ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടേംസ് ഉണ്ട്. ആ ടേംസിൽ ആ ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസിലേക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് എക്കണോമിക് ഇവന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ എക്കണോമിക് ഇവന്റ്? ഒരു എക്കണോമിക് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എപ്പോഴും എക്കണോമിക് ഇവന്റ്സ് നടന്നുകൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ്. അതായത് ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്നതിന് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചോളം ഈ പറയുന്ന എക്കണോമിക് ഇവന്റ്സിന് ഇവിടെ ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. സേ ഫോർ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്നുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എക്കണോമിക് ഇവന്റ്സുകളൊക്കെ തന്നെ എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ് ആയിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു മാനേജറെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അതായത് HR ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഒരു മാനേജറെ പോസ്റ്റിംഗ് നടത്തുന്നു. അപ്പൊ ഈ മാനേജർ പോസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ മാനേജർക്ക് നമ്മൾ ഒരു ഓഫർ ലെറ്റർ കൊടുക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു ആ മാനേജർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്ന കാര്യം ഒരിക്കലും എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. നമ്മൾ അത് റെക്കോർഡ് ചെയ്യും മറ്റ് ഓഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, മറ്റ് പേപ്പർ വർക്സിന് നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യുന്നതല്ല. അതേസമയം ഈ HR ഡിപ്പാർട്ട്മെന്റ് മാനേജർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് എന്ത് വാല്യൂ വരുന്നുണ്ട്, അവിടെ ആ ട്രാൻസാക്ഷനിൽ നടക്കുന്ന കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. സോ അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ബൈയിങ് എ മെഷീൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെഷീൻ, സൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ഇൻസ്റ്റാൾമെന്റ് ഓഫ് എ മെഷീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രയൽ റൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ എന്താണ്, ഒരു എക്കണോമിക് ഇവന്റ് ആണ്. അപ്പൊ ഏത് എക്കണോമിക് ഇവന്റ് ആണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക് ഇവന്റ്സുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടേം ആണ് ഐഡന്റിഫിക്കേഷൻ. വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ? സോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഐഡന്റിഫിക്കേഷൻ. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. So we want to observe the activities and selecting those events that are considered of financial character and relate to the organization. നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതായിരിക്കണം,
നമ്മളുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ആ ട്രാൻസാക്ഷൻസിന് എന്ത് ക്യാരക്ടർ കൂടി ഉണ്ടായിരിക്കണം? ഫിനാൻഷ്യൽ ക്യാരക്ടർ കൂടി ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോണിറ്ററി ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം? മോണിറ്ററി ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം? മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കണം ഏത് ട്രാൻസാക്ഷൻസ്. അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രാൻസാക്ഷൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യുവാനും. ഓക്കെ, നൗ measurement, how it is measured. It means quantification, which means estimates, okay, including estimates of a business transactions into financial terms by using monetary unit. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്? മോണിറ്ററി യൂണിറ്റ്സിലായിരിക്കും നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മോണിറ്ററി ടേംസ് എന്ന് പറയുന്ന സമയത്ത് അതിനെ മെഷർ ചെയ്യാൻ എന്ത് വേണം? ഒരു മോണിറ്ററി സൈൻ നിർബന്ധമായിട്ടും വേണം, ഒരു മോണിറ്ററി യൂണിറ്റ് നിർബന്ധമായിട്ടും വേണം. ഇപ്പോൾ ഡോളർ ആകാം, റുപ്പീസ് ആകാം, റുഫ്യാസ് ആകാം, സിംഗപ്പൂർ ഡോളർ ആകാം, കുവൈത്തി ദിനാർ ആകാം. അങ്ങനെ ഏത് രീതിയിലുള്ള കാര്യമാണെങ്കിലും നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു മോണിറ്ററി യൂണിറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. ആ മോണിറ്ററി യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻസ് നടത്തുന്നത്. സോ ഇഫ് ആൻ ഇവന്റ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്, നമുക്കൊരു ഇവന്റിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ then it is not considered for recording in financial accounts. അതിന് നമ്മൾ അതിലെന്തില്ല? ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യില്ല. മോണിറ്ററി ടേംസിൽ, അതായത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, then recording. Once the economic events are identified and measured, നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തു, ഇന്നത് മോണിറ്ററി വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ once you have identified it, then this can be recorded in the books of account in monetary terms and in a chronological order. Most important thing, it should be recorded in terms of money and it should be recorded in chronological order. അതായത് ഓരോ ഇവന്റും ഏത് സമയത്താണ് നടക്കുന്നത് ആ സമയത്തിനനുസരിച്ചിട്ട്, അതായത് അതിന്റെ ആ ഓർഡർ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. അതായത് ഇന്ന് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഇന്ന് തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നമ്മൾ 13/1 ട്രാൻസാക്ഷൻസ് നടന്നു, 14/1 ട്രാൻസാക്ഷൻ നടന്നു. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് ക്രോണോളജിക്കൽ ഓർഡർ തന്നെ ആയിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് അത് ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ 13/1 റെക്കോർഡ് ചെയ്യണം, ദെൻ 14/1 റെക്കോർഡ് ചെയ്യണം. അതല്ലാതെ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്തത്? 14-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ട് 13-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻസ് ഒരിക്കലും റെക്കോർഡ് ചെയ്യരുത്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. So recording is done in manner that necessary financial information is summarized as per the well-established practice and is made available as when required. അപ്പം നിലവിലുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്, ആ പ്രാക്ടീസ് അനുസരിച്ച് തന്നെ ആയിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പബ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവൈലബിൾ ആയിരിക്കുകയും വേണം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ. ഇനി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആരുമായിട്ടാണെന്നുള്ള, അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? അതിന്റെ റിസൾട്ട്സ് ഒക്കെ തന്നെ അനലൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് ദിസ് ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മാനേജ്മെന്റ് ആകാം, ടു ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആകാം, ഓർ ടു ദ ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആകാം. സോ ദാറ്റ് എവറി വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ ബിസിനസ്. നമ്മുടെ ബിസിനസിനെ കുറിച്ച് എല്ലാ വ്യക്തികൾക്കും ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ, നമ്മുടെ ബിസിനസ് നല്ല രീതിയിലാണോ റൺ ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർനെസ് കാണിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ആളുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ റിപ്പോർട്ട്സ് അനലൈസ് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇന്റേണൽ യൂസേഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ, നൗ എന്താണ് ഓർഗനൈസേഷൻ? അപ്പൊ ഈ ഓർഗനൈസേഷൻ ഞാൻ പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ രീതിയിലുള്ള ഓർഗനൈസേഷൻ വരും. ആസ് പെർ നമ്മൾ ബിസിനസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് പഠിക്കുന്നത്. ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് പഠിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ പഠിക്കുന്നുണ്ട്, കമ്പനീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്താണ്? ഓർഗനൈസേഷൻസ് ആണ്. ഇനി അത് കൂടാതെ തന്നെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഉണ്ട്. There are different types of organizations. So organization refers to business enterprises whether it is profit or not for profit. Okay, so profit generate ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആകാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കാതെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, not for profit organization, which means clubs,
ചാരിറ്റബിൾ സൊസൈറ്റീസ്, ട്രസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ. അപ്പൊ ഈ ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സുകളൊക്കെ തന്നെ എന്ത് ക്രിയേറ്റ്, ആ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ ഏതിന്റെ പെർസ്പെക്ടീവ് വരുന്നത്, അക്കൗണ്ടിങ്ങിന്റെ പെർസ്പെക്ടീവ് വരുന്നത്, അവരൊക്കെ തന്നെ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺസ്, പാർട്ട്ണർഷിപ്പ് ഫേം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആകാം, കമ്പനി ആകാം, ഏതെങ്കിലും ലോക്കൽ അതോറിറ്റീസ് ആകാം, മുനിസിപ്പൽ കോർപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എല്ലാം തന്നെ വരാം. ഓക്കെ, നൗ okay, process mistake, measurement or recording, communication and organization. Who are these interested users of information? ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ തന്നെ ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ is a means by which necessary financial information about business enterprise is communicated and is also called the language of business. ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ബിസിനസിന്റെ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ? അക്കൗണ്ടിങ്. ബിസിനസിന്റെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അക്കൗണ്ടിങ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലാംഗ്വേജ് നമുക്ക് എന്തായിരിക്കണം? അറിഞ്ഞിരിക്കും. നമ്മൾ ഏതൊരു നാട്ടിൽ പോകുന്ന സമയത്തും അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ ഐഡിയാസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഓരോ ഓണർക്കും അറിഞ്ഞിരിക്കണം എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എന്നാലേ എന്താണ് ബിസിനസ് നടക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഇത് കാണുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കണം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം? ബിസിനസിന്റെ ലാംഗ്വേജ്, അതായത് അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്? ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് പറയാം. അതായത് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്കറിയാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് വരാം, ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ് വരാം, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ്സ് വരാം, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ് വരാം, ഫോർ HR മാനേജർ ആകാം, ഫൈനാൻഷ്യൽ മാനേജർ ആകാം, പ്രൊഡക്ഷൻ മാനേജർ ആകാം, ഇങ്ങനെയുള്ള ആളുകളാകാം, സ്റ്റോർ മാനേജേഴ്സ് ഉണ്ടാകാം, സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം. ഇവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് റേസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ജനറേറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനുകൾ, മറ്റുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, ഒബ്ജക്റ്റീവ്സിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അവർക്ക് അവരുടെ നെസസറി ഡോക്യുമെന്റ്സ്, റിസൾട്ട്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ്, സേ ഫോർ പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, നിലവിൽ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ടായിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്മൾ കടം വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, ബാങ്ക്സ് ഉണ്ടാകാം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ടാക്സ് അതോറിറ്റീസ്, അതായത് നമുക്ക് ടാക്സേഷൻ, നമുക്ക് ടാക്സ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. പിന്നെ മറ്റുള്ള റെഗുലേറ്ററി ഏജൻസീസ്, അതായത് കമ്പനി അഫയേഴ്സ്, രജിസ്റ്റർ ഓഫ് കമ്പനീസ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയിൽ, ലേബർ യൂണിയൻസിന്, ട്രേഡ് അസോസിയേഷൻസിന്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് കസ്റ്റമേഴ്സിന്, ഇവർക്കൊക്കെ തന്നെ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണം, നമുക്കൊരു ഷെയർ വാങ്ങണം. അപ്പോൾ നമ്മളുടെ ഒരു കമ്പനി ആണെങ്കിൽ, നമ്മുടെ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമ്മുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഒരാൾക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. വെദർ ദേ ആർ ജനറേറ്റിംഗ് മോർ പ്രോഫിറ്റ് ഓർ വെദർ ഇൻകറിംഗ് ലോസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ആ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷെയർ വാങ്ങണോ വേണ്ടോ, ഇവരുടെ വാല്യൂ കൂടുകയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനും ഈ പറയുന്ന ഇൻഫോർമേഷൻ, അതായത് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Now, what is the difference? What is the difference between bookkeeping and accounting? Accounting and bookkeeping തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് പോകുന്നത്. ചില സമയത്ത് ബോറടിയൊക്കെ തോന്നാൻ മതിയാവും, എന്നാലും നമുക്ക് ഈ ഒരു ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആസ് ഓഫ് യു ആർ സ്റ്റാർട്ടിങ് ഒരു ന്യൂ സബ്ജക്റ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു തുടങ്ങുന്നത്. കാരണം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കൊമേഴ്സ് ഇൻക്ലൂഡഡ് സബ്ജക്റ്റിനെ കുറിച്ചോ നമ്മൾ ചെയ്യുന്നില്ല.
പഠിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഇതെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്ന നമ്മളുടെ പ്രോബ്ലം ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെയുള്ളൂ ഒന്നുകൂടി ഈസിയസ്റ്റ് മാനറിൽ നമുക്ക് എന്തെയുള്ളൂ പിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ബുക്ക് കീപ്പിംഗ് അതേപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് എന്താണ്? പല ഒരു എക്സാം വ്യൂ പോയിന്റിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒട്ടുമിക്ക എക്സാംസിന് ചോദിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്? സോ ഈ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒരു 6 പോയിന്റിലാണ്, 6 ബേസിസ് ഓഫ് ഡിഫറൻസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6 ബേസിസ് ഓഫ് ഡിഫറൻസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് നേച്ചർ ആണ്, രണ്ടാമത്തെ അതിന്റെ ഒബ്ജക്റ്റീവ് ആണ്, തേർഡ് വൺ ഇസ് ഫങ്ഷൻ, ദെൻ ബേസിസ്, ദെൻ ലെവൽ ഓഫ് നോളജ് ആൻഡ് റിലേഷൻ. ഈ ഒരു 6 ബേസിസ് ഓഫ് ഡിഫറൻസിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നേച്ചർ എന്താണ് എന്നുള്ളത്, ബുക്ക് കീപ്പിംഗിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഐഡന്റിഫൈങ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതേപോലെ അതിന് മെഷർ ചെയ്യുക മോണിറ്ററി ടേംസിൽ, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അക്കൗണ്ടിങ് സ്വന്തം, അതായത് നമ്മളിവിടെ ബുക്ക് കീപ്പിംഗിൽ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു പ്രോസസ്സോട് കൂടി അവിടെ കഴിഞ്ഞു. ബുക്ക് കീപ്പിംഗ്, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ്ങോട് കൂടി അവിടെ കഴിഞ്ഞു. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കുക, സമ്മറൈസിങ് ദ റെക്കോർഡ് ട്രാൻസാക്ഷൻസ്. ഈ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് സംബന്ധിച്ച് പ്രോപ്പറായിട്ട് സമ്മറൈസ് ചെയ്യുന്നു. ആ സമ്മറൈസ് ചെയ്ത ട്രാൻസാക്ഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തുന്നുണ്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. രണ്ടിന്റെ നേച്ചർ ആവും. ഒന്നിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താ, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ കൂടാതെ തന്നെ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട്സുകൾ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ബുക്ക് കീപ്പിംഗ്, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്? ബുക്ക് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വരിക. ഇത് മാത്രം ആരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് ഒബ്ജക്റ്റീവ് ഉള്ളൂ. എന്നാൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർടൈൻമെന്റ് ഓഫ് ബിസിനസ് ഇൻകം, ബിസിനസിന്റെ ഇൻകം, ബിസിനസിന് എത്ര വരുമാനമുണ്ടെന്ന് അസർടൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ബിസിനസിന്റെ ഇൻകംസ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അസർടൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 രീതിയിലുള്ള റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 രീതിയിലുള്ള സമ്മറൈസ്ഡ് റിപ്പോർട്ട്സുകൾ നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, അതായത് അക്കൗണ്ടിങ് നമ്മൾ ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, അതായത് ബിസിനസ് ഇൻകം എത്രത്തോളം ഉണ്ടെന്ന് അസർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിന്റെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്ന്, എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് നടത്തുന്നത്. സോ ദിസ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, രണ്ടും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് എന്നത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ? അപ്പം ബുക്ക് കീപ്പിംഗിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷനിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉൾപ്പെടുന്നുണ്ട്, നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് റെക്കോർഡിംഗ് വരും, ക്ലാസിഫൈയിങ് വരും, സമ്മറൈസിങ് വരും, ഇന്റർപ്രറ്റിംഗ് വരും, അതിന്റെ റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യുക, ആ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. സോ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, ബുക്ക് കീപ്പിംഗിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈയിങ്ങിൽ അവിടെ കഴിഞ്ഞു. എന്നാൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക, അതിന്റെ റിസൾട്ട്സ് തയ്യാറാക്കുക, ആ റിസൾട്ട്സ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളുടെ യൂസേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് യൂസേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അടുത്ത പോയിന്റ് ആണ് ബേസിസ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്? ബുക്ക് കീപ്പിംഗിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചേഴ്സ് ആണ്. വൗച്ചേഴ്സ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. എന്താണ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തന്നെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് എവിഡൻസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ
എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് തരുന്നത് ഒരു ബില്ലാണ്. ചിലപ്പം അതിന്റെ പേര് വൗച്ചർ എന്നാകാം, ചിലപ്പോൾ അതിന്റെ പേര് ക്യാഷ് മെമ്മോ എന്നാകാം, അല്ലെങ്കിൽ ക്യാഷ് ബിൽ എന്നാകാം, അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് എന്നാകാം. ഇങ്ങനെയുള്ള പല പേരിലുണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? വൗച്ചേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ വൗച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത് ഏതില്? ബുക്ക് കീപ്പിംഗില്. എന്നാൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുന്നത്, അക്കൗണ്ടിങ്ങിൽ എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിസ്. അപ്പം വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ബുക്ക് കീപ്പിംഗിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൗച്ചേഴ്സ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് ആയിരുന്നു, എവിടെയാണോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെവൽ ഓഫ് നോളജ്, എത്രത്തോളം അറിവ് വേണം നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള. അപ്പം ബുക്ക് കീപ്പിംഗ് നടത്താൻ സംബന്ധിച്ചോളം ഒരു എലമെന്ററി നോളജ് മാത്രം മതി. അക്കൗണ്ടിങ് എങ്ങനെ നടത്താം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അക്കൗണ്ടിങ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ റിസൾട്ട്സ് ഉണ്ടാക്കണം, അതിന്റെ സമ്മറൈസ്ഡ് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കണം, ആ റിപ്പോർട്ടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട്, അക്കൗണ്ടിങ് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എലിമെന്ററി നോളജ് അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എന്ത് മാത്രം പോരാ, വിദ്യാഭ്യാസം മാത്രം പോരാ, ഒരു നോളജ് മാത്രം പോരാ, ഏതിന് അറിവ് മാത്രം പോരാ ഏത് ചെയ്യാൻ? അക്കൗണ്ടിങ് ചെയ്യാൻ. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡെപ്ത് നോളജ് തന്നെ നിങ്ങൾക്ക് വേണം, നിർബന്ധമായിട്ടും വേണം മനസ്സിലാക്കുക. ഒരു അക്കൗണ്ടിങ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇൻഡെപ്ത് നോളജ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് നോളജ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. എന്നാൽ അതേസമയം ബുക്ക് കീപ്പിംഗ് നടത്താൻ നിങ്ങൾക്ക് ഒരു എലമെന്ററി നോളജ്, ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് മാത്രം മതി. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ബുക്ക് കീപ്പിംഗ് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. തന്നെ റിലേഷൻ എന്ന് പറയാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ബുക്ക് കീപ്പിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് ആണ്. ആൻഡ് അക്കൗണ്ടിങ് എവിടുന്നാ തുടങ്ങുന്നത്? അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് ends. Accounting begins where bookkeeping ends എന്നുള്ളതാണ്. So these are the difference between bookkeeping and accounting. Okay. Now there are different branches of accounting. Accounting പല ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്, പല ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്സ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറ്റ് പ്രസന്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഹയർ സെക്കൻഡറി ലെവൽ, പ്ലസ് ടു ലെവൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ കഴിഞ്ഞ് ഒരു ഡിഗ്രി ലെവലിലേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ അക്കൗണ്ടൻസിയുടെ പല ഡിഫറെന്റ് ബ്രാഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ പറഞ്ഞിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ പറഞ്ഞ് ഒട്ടനവധി രീതിയിലുള്ള പല ബ്രാഞ്ചുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പല ഡിഫറെന്റ് സബ്ജക്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ബ്രാഞ്ചാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് മറ്റൊരു ബ്രാഞ്ചാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് മറ്റൊന്നാണ്, ടാക്സ് അക്കൗണ്ടിങ്, സോഷ്യൽ അക്കൗണ്ടിങ്. ഓരോന്നിന്റെയും പർപ്പസും അതിന്റെ പേര് പോലെ തന്നെ ഡിഫറെന്റ് ആണ്. ഓരോന്നിന്റെയും പർപ്പസും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചോളം ഇവിടെ ടു കീപ് എ റെക്കോർഡ് ഓഫ് ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെയും റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സസ്റ്റെയിൻഡ്. എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പ്രോഫിറ്റ്സ് നിങ്ങൾ ബിസിനസ് ഏൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ്സ് ഏൺഡ് എത്രയാണ്, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് നഷ്ടമാണെങ്കിൽ ആ നഷ്ടം എത്രത്തോളം ഉണ്ട് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് എത്രയുണ്ട്, അല്ലെങ്കിൽ ലോസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ആ ലോസ് എത്രത്തോളം ഇൻകർ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്. എത്രയാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ, എത്രത്തോളം ഫൈനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ശരിക്കും പറഞ്ഞാൽ ആർക്കൊക്കെയാണ് ആവശ്യം? മാനേജ്മെന്റിനും മറ്റുള്ള ഇൻട്രസ്റ്റ് പാർട്ടീസിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എത്രത്തോളമാണ് നമ്മളുടെ പ്രോഫിറ്റ്, എത്രത്തോളം നമുക്ക് ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് കിടക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മാനേജ്മെന്റിന് അറിയിക്കണം. അതേപോലെ തന്നെ ഔട്ട്സൈഡ് യൂസേഴ്സിനും അറിയിക്കണം. അപ്പൊ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന് എത്രത്തോളമാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്,
ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്, അനദർ വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു അനലൈസ്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ പർപ്പസ് ആണ് വ്യത്യാസം കേട്ടോ. അനലൈസ് ദ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കും, ബിസിനസിന്റെ എക്സ്പെൻസുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ വേരിയസ് പ്രോഡക്ട്സ്, ഓരോ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കാരണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഓരോ ഐറ്റംസും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒന്നിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഒന്നിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, ഒരു ഐറ്റത്തിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് എവിടെയാണ്, ഏത് ഐറ്റം മാനുഫാക്ചർ ചെയ്യാനുള്ള സമയത്താണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നത്. അങ്ങനെ കൂടുതൽ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കുന്നത്. മറ്റൊരു രീതിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം 1 കിലോ അരിക്കൊക്കെ എന്താ റേറ്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു കിലോ അരി സേഫ് ഒരു 40 രൂപ അല്ലെങ്കിൽ 45 രൂപയുടെ 1 കിലോ അരി നിങ്ങൾ വാങ്ങി വിചാരിക്കുക. അല്ലെ 50 കിലോയ്ക്ക് 50 രൂപ വില വരുന്ന ഒരു അരി നിങ്ങൾ വാങ്ങി വിചാരിക്കുക. 1 കിലോ അരി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഒരു മുറം എടുക്കുക, ആ മുറത്തിൽ എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് എത്ര അരിമണി ഉണ്ട് നിങ്ങൾ നോക്കുക, അതിൽ ഒരു അരിമണിയുടെ വില എത്ര. ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. പെർ യൂണിറ്റ് കോസ്റ്റ്, ഒന്നിന്റെ വില പെർ യൂണിറ്റ് കോസ്റ്റ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇത് എന്തിനാ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് എവിടെയൊക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CMA കാരൻ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി മുന്നേ ആണെങ്കിൽ നമ്മൾ പറയും ICWAI, ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ മേജർ ജോബ്. എവിടെയൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾ എന്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, പ്രൊവൈഡിംഗ് നെസസറി കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ ടു ദ മാനേജ്മെന്റ് എന്ന് പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ഇന്ന മേഖലയിലാണ്, ഇന്ന ഏരിയയിലാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന അഡ്വർടൈസ്മെന്റിലാണ്, നമുക്ക് അവിടെ മറ്റെന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇത്രയധികം കോസ്റ്റ് നമുക്ക് അഡ്വർടൈസ്മെന്റ് മേഖലയിൽ നമുക്ക് ഇൻകർ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേര് പോലെ തന്നെ മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയ പോളിസീസ്, ഡിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഇത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെന്റിന് നമുക്ക് നേരത്തെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് അറിയാം ഇത്രയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇത്രയാണ്, ത്രൂ ബാലൻസ് ഷീറ്റ് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് ഇയറിൽ സേ ഫോർ ഇപ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് സേ ഫോർ ഒരു 50 ലാഖിന്റെ പ്രോഫിറ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് എത്ര ലെവലിലേക്ക് എത്തണം, നമ്മളുടെ പ്രോഫിറ്റ് 50 ലാഖ് പോരാ, നമ്മുടെ പ്രോഫിറ്റ് എത്രയാക്കണം, ഇതിനും കൂടുതൽ വരണം. സേ ഫോർ ഒരു 25% എങ്കിലും ഇൻക്രിമെന്റ് വരണം, അല്ലെങ്കിൽ 25% നെക്സ്റ്റ് ഇയറിലേക്ക് പ്രോഫിറ്റ് കൂട്ടി വെക്കണം. സേ ഫോർ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 75 ലാഖിന്റെ പ്രോഫിറ്റ് ആണ് വേണ്ടതെങ്കിൽ, ഈ 50 ലാഖിൽ നിന്ന് 75 ലാഖിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ പൊസിഷൻസ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് നമ്മൾ എടുക്കണം, എന്തൊക്കെ പുതിയ പോളിസീസ് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ടാക്സ് അക്കൗണ്ടിങ്, പേര് പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിലവിലായിട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണ് ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളുടെ GSTയും കാര്യങ്ങളും ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് GST, എവിടെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടാക്സ് ലോസ്, പുതുതായി ടാക്സ് ലോസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അപ്പം അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റിപ്പോർട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് അതിന് അനുയോജ്യമായതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് സോഷ്യൽ അക്കൗണ്ടിങ്. സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം
വെറും പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വെറും പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യവുമല്ല. സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് കൂടി വേണം. കാരണം ഈ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിലാണ്. അപ്പൊ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയും നിർബന്ധമായിട്ടും വേണം. അപ്പം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ബിസിനസ് ഈ ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സോഷ്യൽ അക്കൗണ്ടിങ് നടത്തുന്നത്. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ പുറത്തുള്ളത് മാത്രമല്ല, ബിസിനസ് ഓർഗനൈസേഷന് ഉള്ളിലുള്ള വ്യക്തികളും കൂടി ഉണ്ട് കേട്ടോ. സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ടാകാം, ഹൗസിംഗ് ബെനിഫിറ്റ്സ് ഉണ്ടാകും, എഡ്യൂക്കേഷൻസ് ഉണ്ടാകും, ക്യാൻറ്റീൻ ഉണ്ടാകും, പ്രൊവിഡന്റ് ഫണ്ടുകൾ ഉണ്ടാകും, അതൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാകാം. ഇത് കൂടാതെ തന്നെ നമ്മളുടെ നാട്ടിലൊക്കെ തന്നെ നമുക്ക് കാണാം, ഇന്ന ഒരു സ്ഥാപനം ഇത്ര രൂപ ഇന്ന പർപ്പസിന് വേണ്ടി ചെലവഴിച്ചു, അത് ഈ ഒരു പേരിലും കൂടിയാണ് അറിയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇന്നൊരു ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇപ്പം VTC ഉള്ള കമ്പനീസ് പല രീതിയിൽ ഫണ്ടുകൾ CSRന്റെ ആസ്പെക്റ്റിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഫറെന്റ് കമ്പനീസ് കൊടുക്കുന്നത് എല്ലാ കമ്പനീസ് കൊടുക്കുന്ന കാര്യം നമ്മൾ അറിയണം എന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ഒബ്ജക്റ്റീവ്സ്. വാട്ട് ആർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ട്? അപ്പൊ നമ്മൾ ഇതുവരെ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക് പറയാം. നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താന്ന് പറഞ്ഞു, അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞു, ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങിനും ഡിഫറൻസും പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റീവ്സ് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ എന്ത് ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സോ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എന്താണ് ഇൻഫോർമേഷൻസ്, ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആരുടെ ഒബ്ജക്റ്റീവ്, ബേസിക് ഒബ്ജക്റ്റീവ്, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതായത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് വരുന്നത്. സോ ഇവിടെ ദ നെസസറി ഇൻഫോർമേഷൻ particularly in case of external users are provided in the form of financial statements. അപ്പം external users നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ഏത് രൂപത്തിലാണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഇൻഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ബട്ട് അതർ ഒബ്ജക്റ്റീവ്സ് മീൻസ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, അതിന് യാതൊരു രീതിയിലുള്ള തടസ്സവും വരരുത്. ഓക്കെ, സോ മെയിൻ്റെനൻസ് ഓഫ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഈവൻ ദോ മോസ്റ്റ് ബ്രില്യന്റ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ അക്കൗണ്ട് cannot accurately remember the numerous amounts of varied transactions. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മറവി എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ആലോചിച്ച് വെക്കുക, ഏത് കാലത്തും ആലോചിച്ച് വെക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബിസിനസിന്റെ പ്രോഫിറ്റ് എത്ര, നഷ്ടം എത്ര, ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ, അക്കൗണ്ടിങ്ങിലൂടെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഓണേഴ്സിനും, the owners of business are keen to have an idea about the net results of their business operations periodically. ഓരോ വർഷം കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അറിയണമെങ്കിൽ അങ്ങനെയാകാം, ക്വാർട്ടർലി ബേസിസിൽ അറിയണമെങ്കിൽ അങ്ങനെയാകാം. അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ബിസിനസിന്റെ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം.
അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര എന്നറിയണം. ഓക്കെ. ദെൻ ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഓക്കെ. സോ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്ന് പറയും. അതായത് ബിസിനസിന്റെ നിലവിലുള്ള ആസ്തി എത്ര, അസറ്റ് എത്ര, ബാധ്യതകൾ എത്രയാണ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ സമയത്ത് ബിസിനസിന്റെ അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര. ഞാൻ പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പറയും, ഡിഫറെന്റ് അക്കൗണ്ടിങ് ടെർമിനോളജീസ് അല്ലെങ്കിൽ ടേംസിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അത് പറയുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്. നോർമലി അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം, അത് ബിസിനസിന്റെ ആസ്തി. നമ്മളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും ആസ്തി. അതേപോലെ ലയബിലിറ്റി, ബാധ്യത, നമുക്ക് എത്രത്തോളം ബാധ്യത ഉണ്ട്, നമ്മൾ എത്രത്തോളം ലോൺ എടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു പ്രോപ്പർ റെക്കോർഡ് ഒരു ബിസിനസ്സിന് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അസറ്റ്സ് ക്യാൻ ആൻഡ് ക്ലെയിം അഗെയിൻസ്റ്റ് സച്ച് റിസോഴ്സസ് ഓൾസോ ആൻഡ് ഓൾസോ ടു ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബാലൻസ് ഷീറ്റ് പൊസിഷൻ ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം ആസ്തി ഉണ്ട്, അതേപോലെ എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസിന്റെ കയ്യിൽ എത്രത്തോളം ആസ്തി ഉണ്ട്, ബിസിനസിന്റെ കയ്യിൽ എത്രത്തോളം ബിസിനസിന് ബാധ്യതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. The next objective, providing accounting information to its users. ഇങ്ങനെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന such information generated by the accounting process is communicated. It may be communicated in the forms of reports, statements or graphs or charts. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഗ്രാഫ് ആയിട്ടോ ചാർട്ട് ആയിട്ടോ, ഇനി അതല്ല സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിലോ റിപ്പോർട്ടുകളുടെ രൂപത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. സോ until this, so today we have discussed, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം മുന്നേ ടോപ്പിക്കിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്താണ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്തായിരുന്നു, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. സോ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിൽ, അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് ടേംസുമായി ബന്ധപ്പെട്ടുള്ള സെഷന് നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. Okay. So thanks for watching. See you all. Bye.